പരിക്കിൽ നിന്ന് റിക്കവർ ആയി വരാൻ നെയ്മർ എടുക്കുന്ന എഫേർട്ട്, നെയ്മർ കാണിക്കുന്ന ആ എഫേർട്ട്, അത് നമ്മൾ ഫുട്ബോൾ ലോകം മുഴുവൻ അംഗീകരിക്കേണ്ട ഒന്നാണ് എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ആള് എന്തായിരിക്കും ആൾ അതിൽ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത്രയൊക്കെ പരിക്കിന്റെ പേരിലൊക്കെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഒരുപാട് താരങ്ങളെ നമുക്കറിയാം. പക്ഷെ നെയ്മർ ആകട്ടെ ഇവിടെ ഒന്നും പിടികൊടുക്കുന്നില്ല. ആള് വീണ്ടും വീണ്ടും റിക്കവർ ആയി വരുന്നു. ഇതിന്റെ ഒന്നും കാരണം മറ്റൊന്നുമല്ല, ആള് നാഷണൽ ടീമിൽ ഒരു വേൾഡ് കപ്പ് ആളുടെ സ്വപ്നമാണ്. ആളത് പ്രതീക്ഷിക്കുന്നുണ്ട്, ആളത് അർഹിക്കുന്നുണ്ട്. അപ്പോൾ ആള് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോഴും പ്രയത്നിക്കുന്നത് എന്ന് ആണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ കാർലോ അഞ്ചലോട്ടി ബ്രസീലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി അതേപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ നെയ്മർ തന്നെയാണ് കാർലോ അഞ്ചലോട്ടിയുടെയും മെയിൻ ആയുധം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ജൂണിൽ ബ്രസീലിന്റെ 2 ഇന്റർനാഷണൽ മാച്ചുകൾ വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നെയ്മർ കട്ടായം ഇറങ്ങി കളിച്ചതിന്റെ ഒരു കാര്യം അതുകൂടി ആയിരിക്കാം. സ്ക്വാഡിൽ എങ്ങനെയും ഇടം നേടുക എന്നുള്ളതാണ്. തനിക്ക് കളിക്കാൻ പാകത്തിനായി എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആയിരിക്കാം നെയ്മർ അവസാനം 24 മിനിറ്റ് വന്ന് ഇറങ്ങി കളിക്കുകയും, എന്നാൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ആദ്യ പെനാൽറ്റി സാന്റോസിന് വേണ്ടി വിൻ ചെയ്തതും നെയ്മർ തന്നെയായിരുന്നു. അപ്പോൾ നെയ്മറിന്റെ സാധാരണ കാണാറുള്ള ഒരു ട്രിക്കി പെനാൽറ്റി നമ്മൾ കണ്ടു. അപ്പോൾ നെയ്മർ പഴയ നെയ്മർ തന്നെയാണ് എന്ന് കാണിക്കുന്ന ഒരു മത്സരം കൂടി ആയിരുന്നു അത്.